നമ്മുടെ കാറിൻ്റെ NCT പാസ്സായിട്ടാ. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ കാര്യങ്ങൾ നമുക്കങ്ങനെ വീഡിയോ ഒന്നും ഉള്ളിൽ നിന്ന് എടുക്കാൻ പറ്റില്ല. അവിടെ ചെറിയൊരു ബോർഡിൽ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു വീഡിയോ ഒന്നും എടുക്കരുത്. പക്ഷേ ഞാനത് കണ്ടില്ല കേട്ടോ. ഞാൻ വീഡിയോ എടുത്തു. ഓൾറെഡി അവിടുത്തെ ഒരാളൊന്ന് പറഞ്ഞു എടുത്ത വീഡിയോ ഡിലീറ്റ് ചെയ്യണമെന്ന് മാന്യമായിട്ട് പറഞ്ഞു. ഓക്കെ, അപ്പോൾ കുറച്ച് കാര്യങ്ങൾ പറയണമെന്ന് പറഞ്ഞില്ലേ, അത് നിങ്ങൾക്ക് പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ ഈ NCT പാസ്സായതിൻ്റെ ഒരു പേപ്പർ തരുന്ന സമയത്ത് എനിക്ക് അവർ 1-2 അഡ്വൈസ് മാത്രമേ എനിക്ക് തന്നുള്ളൂ. അതിൽ ഒന്നാമത്തെ കാര്യം, നമ്മുടെ ഡ്രൈവർ സൈഡിൻ്റെ സീറ്റിൻ്റെ ടയർ, ഈ ടയറിൽ ചെറിയൊരു ഡാമേജ് ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു. ഓക്കെ, അപ്പോൾ അതെന്നോട് മാറാനൊന്നും പറഞ്ഞില്ല, അതെന്തെന്ന് പറഞ്ഞായിരുന്നു. പിന്നെ ബേക്കിലത്തെ ടയർ കുറച്ച് ഓൾഡാണെന്ന് പറഞ്ഞു, ഒരു 6 വർഷം ഓൾഡാണെന്ന് പറഞ്ഞു. ഏകദേശം വണ്ടിക്കും ഒരു 5-6 വർഷത്തെ പഴക്കമുണ്ട്. അപ്പോൾ അധികം കാര്യമൊക്കെ ഒന്നുമില്ല, അത്യാവശ്യം നല്ല കട്ടയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇനിയും കിടന്നോളൂ, ഒരു 1 ഇയറൊക്കെ കിടന്ന് അടിപൊളിയായിട്ട് പോയിക്കോളും. ഓക്കെ, അപ്പോൾ ഈ ടയറും വേറെ ഒന്നും പറഞ്ഞില്ല. ആ ഒരു 3 ടയറിൻ്റെ കാര്യം മാത്രമേ അവർ പറഞ്ഞുള്ളൂ. എന്താണെന്ന് വെച്ചാലേ, കഴിഞ്ഞ വർഷം, ഒരു വർഷം മുന്നേ ഞാൻ എൻ്റെ വണ്ടിക്ക് സർവീസ് ചെയ്തതാണ്. അതായത് ഓയിൽ ചേഞ്ചിങ്ങും AC ഫിൽറ്ററും അങ്ങനെ അത്യാവശ്യം കാര്യങ്ങളെല്ലാം ഞാൻ ചേഞ്ച് ചെയ്തതാണ്. അപ്പോൾ ഈ ഒരു NC ടൈം ആയപ്പോഴും അതെനിക്ക് ചേഞ്ച് ചെയ്യേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു. പക്ഷേ ഞാനത് ചെയ്തില്ല കേട്ടോ. ജസ്റ്റ് വണ്ടി ഫുള്ളായിട്ടൊന്ന് ഞാൻ ഒന്ന് കഴുകി. കാറിൻ്റെ എക്സ്റ്റീരിയറും ഇൻറ്റീരിയറും നല്ല അടിപൊളിയായിട്ട് ഞാൻ ക്ലീൻ ചെയ്യിച്ചായിരുന്നു കേട്ടോ. അത് ഞാൻ വാട്ടർ സർവീസിൽ കൊടുത്തിട്ടാണ് ഞാൻ ചെയ്യിച്ചത്. അപ്പോൾ ഇതെനിക്ക് പറഞ്ഞു തന്നത്, എനിക്ക് പരിചയമുള്ള വേറൊരു ചേട്ടൻ എനിക്ക് പറഞ്ഞു തന്നതാണ്. അപ്പോൾ നീ ഇപ്പോൾ എന്താ പറയുക, ഓയിൽ ചേഞ്ചിങ് ചെയ്യാൻ വേണ്ടി വർഷോപ്പിൽ കൊണ്ട് ടൈം കളയണ്ട, നേരെ NCT സെൻറ്ററിൽ കൊണ്ടുപോവുക. അവിടെ ചെന്നതിന് ശേഷം അവരെന്തെങ്കിലും പറയുവാണെന്നുണ്ടെങ്കിൽ മാത്രം, അപ്പോൾ എന്തായാലും വർഷോപ്പിൽ കൊണ്ടുപോകേണ്ടി വരും. അപ്പോൾ ആ ഒരു ടൈമിൽ മാത്രം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ടൈമുള്ളപ്പോൾ നീ ഓയിൽ ചേഞ്ച് കാര്യങ്ങളൊക്കെ ചെയ്താൽ മതി. ഇപ്പോൾ NCTക്ക് വേണ്ടി അധികം കൊണ്ടുപോകാൻ പറഞ്ഞിട്ടോ. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഈ ഒരു സംഭവം കൊണ്ട്, ഈ സംഭവം നമുക്ക് കട്ട് ചെയ്തെടുത്തിട്ട് കാറിൻ്റെ നമ്മുടെ വിൻഷീൽഡില്ലേ അവിടെ നമുക്ക് വെക്കേണ്ടതുണ്ട്. ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഈ ഇരിക്കണ കണ്ടോ, ഇതാണ് പഴയ നമ്മുടെ NCTയുടെ. അപ്പോൾ ഇത് കഴിഞ്ഞ് 15/5/2025 കഴിഞ്ഞതാണ്. ഇതിപ്പോൾ ഞാൻ പുതിയതായിട്ട് എടുത്ത NCT കേട്ടോ. അപ്പോൾ ഇതിവിടെ വെക്കണം, ഉള്ളിൽ കൂടിയാണ് വെക്കേണ്ടത്. അപ്പോൾ ഇത്ര എനിക്ക് പറയാനുള്ളൂ. ഓക്കെ, അപ്പോൾ പുതിയ വീഡിയോയുമായി കാണുന്നവരെ, ഇറ്റ്സ് മീ നിക്ലാസ് ബ്രൗൺ, കൂടെ എൻ്റെ മകനുണ്ട്. ഓക്കെ, ബൈ ബൈ.